യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തില് 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം ആരാണ്? ലൂസിഫർ. എങ്ങനെ വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടുവീഴ്ത്തി? ആരാ വെട്ടുവീഴ്ത്തിയത്? സെയിന്റ് മൈക്കിൾ. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ദൈവത്തിൻ്റെ മുകളിൽ കയറി ഞാൻ സിംഹാസനം ഉണ്ടാക്കുമെന്നാണ് ലൂസിഫർ അഹങ്കാരം പറഞ്ഞത്. അക്കൂട്ടത്തിൽ കുറേയേറെ പിശാചുകൾ കൂടി, മാലാഖമാർ കൂടി, അവരെല്ലാം പിശാചായിട്ട് മാറി. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. അഹങ്കാരം ചില്ലറ വല്ലതുമാണോ? അത്യുന്നതനായ ദൈവത്തെ പോലെ ഞാൻ ആകുമെന്നാണ് സാത്താൻ പറയുന്നത്. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലൂസിഫറും അവൻ്റെ ദൂതന്മാരെയും വിശുദ്ധ മിഖായേലിന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികളെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് കത്തോലിക്കർക്ക് വിശ്വാസികൾക്ക് ഉണ്ടാവണം. കാരണം നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നുണ്ട്. ഓജോ ബോർഡ്, അതായത് സാത്താനെ വിളിച്ചു വരിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആൻസർ കിട്ടുന്നൊരു പരിപാടിയാണ്. ഹോസ്റ്റലിലൊക്കെ എടുത്തു. എൻ്റെ അടുക്കൽ 2 കുട്ടികൾ മാനസിക രോഗികളെ കൊണ്ടുവന്ന സംഭവമുണ്ട്. 2 കുട്ടികൾ അവർ താമസിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞ അനുഭവം ഇതാണ്. അവൻ്റെ അമ്മയും അപ്പനും ഒക്കെ കൂടിയുണ്ട്. മാനസിക രോഗിയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഹോസ്റ്റലിൽ ഓജോ ബോണ്ട്, അതായത് അതിൻ്റെ ആ ചിഹ്നമൊക്കെ വരച്ച് അതെല്ലാം സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് കമത്തിയതേ വെക്കും. അറിയാൻ വേണ്ടി ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അതിൽ ഒരു നാണയം വെക്കും. നാണയം വെച്ചിട്ട് ഇവർ സാത്താനെ വിളിക്കുകയാണ്, പിശാചിനെ വിളിക്കുകയാണ്. അപ്പം പറയണോ, ഇവർ 3-4 പേരുണ്ടോ. അവർ സാത്താനെ വിളിക്കുമ്പോൾ തുറന്നു കിടന്ന ജനൽ ഒറ്റ അടയാന്നൊരു കാറ്റും കൊണ്ടുവന്നിട്ട് അവൻ പിടിച്ചു പോയി. ശരിക്കും ഒറ്റ അട ആഞ്ഞ് ജനലടിച്ചു. പിന്നെ അറിയാം എന്തോ മുറിയിലേക്ക് കയറി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. പിന്നെ ഈ സ്റ്റീൽ ഗ്ലാസ് ചലിക്കുവാൻ തുടങ്ങിയാണ്. സ്റ്റീൽ ഗ്ലാസ് തന്നെ ചലിക്കുകയാണ്. നാണയം താഴെ വീടും. ഇവർക്ക് ഏതെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാണയം ചലിച്ചിട്ട് കൃത്യം ആ ചോദ്യത്തിന്, പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യമാണ്, കൃത്യമായിട്ട് ആ നാണയം അവിടെ ഇരിക്കും. ഓജോബാണ്, ശരിക്കും പൈശാചികമാണ്. അതോടെ ഈ ചെറുപ്പക്കാരന് സംഭവിച്ചത് ഒരു പൈശാചിക സ്വാധീനം അവൻ്റെ മേൽ കടന്നു. ഭയമായി. അങ്ങനെ വല്ലാത്ത ഭയത്തിൻ്റെ അടിമത്തം. മനസ്സുരോഗത്തിൻ്റെ അവസ്ഥയിലാണ്. ട്രീറ്റ്മെൻറ്റാണ്, മരുന്ന് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നില്ല, അവൻ്റെ ജീവിതത്തിൽ. അങ്ങനെ 2 കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓജോ മോഡ് വെച്ച് പിശാചിനെ വിളിച്ച 2 കുട്ടികളുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഉള്ള കാര്യം ഇതുപോലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും പിശാചിനെ വിളിക്കരുത്. പിശാചിനെ വിളിച്ചാൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ കയറും. പിശാചിനെ വിളിച്ചാൽ, വീട്ടിലേക്ക് വിളിച്ചാൽ അവൻ വീട്ടിൽ വരും. ഒരിക്കലും സാത്താനെ വിളിക്കരുത്. അങ്ങനെ ഒരു പരിപാടികൾക്ക് നമ്മൾ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. ഇത് അപകടകരമാണ്. ആത്മനാശത്തിലേക്ക് സാത്താൻ നമ്മളെ നയിക്കും. മറ്റൊരു സംഭവം ഞാൻ പറയാം. ബ്ലാക്ക് മാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അധികം ഞാൻ അത് വിശദീകരിക്കത്തില്ല, ഒന്ന് ചുരുക്കി പറയാം. കാരണം ബ്ലാക്ക് മാസിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ പറയത്തില്ല. അത്രയ്ക്ക് മ്ലേച്ഛകരമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരു ചെറുപ്പക്കാരൻ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യനിൽ നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ഞായറാഴ്ച തുടങ്ങി ചൊവ്വാഴ്ച നമ്മുടെ പ്രേക്ഷിതർ ഒരു ചെറുപ്പക്കാരനെ എൻ്റെ കൊണ്ടുവന്നു. അവിടെ മെലിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ക്ഷീണമാണ് അവന്. അവൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചതിൻ്റെ പ്രശ്നം എന്താ? ഭക്ഷണം എടുത്ത് മുന്നിൽ വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭക്ഷണത്തിന് ശവത്തിൻ്റെ മണമാണ്, ശവം ചീഞ്ഞ മണം. വെള്ളം കുടിക്കാൻ എടുത്താൽ വെള്ളത്തിനും ശവത്തിൻ്റെ മണമാണ്. എനിക്കൊന്നും പറ്റുന്നില്ല, ദിവസങ്ങളായി എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ചോദിച്ചു, നിൻ്റെ പരിപാടി എന്തായിരുന്നു? ഒന്ന് തുറന്നു പറയണം ബ്രദറെ, ഞാൻ ബ്ലാക്ക് മാസിന് പോയിട്ടുണ്ട്, പൈശാചിക ആരാധനയ്ക്ക്. ഞാൻ സ്ഥലമൊന്നും പറയത്തില്ല. ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഇങ്ങനെ ചെന്നുപെട്ടു.
പൈശാചിക ആരാധന. അതായത് വിസ്തുർബാനയൊക്കെ ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒത്തിരി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ആണും പെണ്ണും എല്ലാം ഉണ്ട് അവിടെ. എന്നിട്ട് സാത്താനെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുകയാണ്. അങ്ങനെ ശരിക്കും ഇവൻ്റെ ഉള്ളിൽ പൈശാചിക സ്വാധീനമായി. ശരിക്കും പിശാചിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി. ശരിക്കും പൊസഷൻ ഇവൻ്റെ മേൽ പൈശാചിക ബന്ധനമായി. ഞാനിതെല്ലാം ഇവന് കേട്ടു. അവൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു, എന്നെ അവർ തേടിക്കൊണ്ടിരിക്കുക. കാരണം ഈ രഹസ്യങ്ങൾ വെളിയിൽ പറഞ്ഞാൽ എന്നെ അവർ കൊല്ലും, ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ അവനെ അവിടെ ആരാധന വെച്ചിരിക്കുന്ന ചാപ്പൽ ടീമുകൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ അവനെ മുട്ട നിർത്തിയാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവൻ്റെ തലയ്ക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഡെലിവറൻസിന് വേണ്ടി, ഒരു ബഹിഷ്കരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഒരു 5 മിനിറ്റ് സമയം മുന്നോട്ടേക്കാണ്. ശക്തമായിട്ട് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഒരു സംഭവം, അവിടുന്ന് ഒരു 15 അടി അകലേക്ക് അവൻ തെറിച്ചങ്ങ് വീഴുകയാണ്. മുന്നിൽ ആരാധനത്തിൽ പ്രാർത്ഥിക്കുന്നു, വെടുത്തുറഞ്ഞ പോലെ ആ ഹോളിൻ്റെ പുറകെ കിടക്കുക. പിന്നെ ഉരുണ്ട് മറിഞ്ഞ് ബഹളം വെച്ച് ഒരു വല്ലാത്ത ഒരു എനിക്കൊന്ന് 1 മണിക്കൂറെങ്കിലും അവൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. പ്രാർത്ഥിച്ച് അവൻ ശാന്തനായി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ പറഞ്ഞു, നീ ഒരിക്കലും പോകരുത്, നീ പ്രാർത്ഥിച്ചോ, ദൈവം നിനക്ക് വിടുതൽ തന്നു, കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, പ്രേക്ഷകരോട് പറഞ്ഞു, അവനോട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവനെ കൊണ്ടുപോയി അവർ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചപ്പോൾ ശവത്തിൻ്റെ മണമില്ല. വെള്ളം കുടിച്ചു, ഒരു കുഴപ്പമില്ല. വന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പം ശവത്തിൻ്റെ മണമില്ല, ഒരു പ്രശ്നവുമില്ല. ആ പീഡയിൽ നിന്ന് കർത്താവ് അവന് മോചനം കൊടുത്തു. ഞാൻ ഈ പങ്കുവെക്കുന്നത് പച്ചയായ ജീവിത അനുഭവങ്ങളാണ്. മറ്റൊരു സംഭവം കൂടെ പറയാം. ക്രിസ്റ്റീനിൽ ധ്യാനം നടക്കുമ്പോൾ ഞാനിങ്ങനെ അനോയിൻറ്റിങ്ങിന് വേണ്ടി ആത്മാപ്രേരണ എന്നിട്ട് ഏതാനും പേരെ വിളിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ അവരിങ്ങനെ സ്റ്റേജിൽ വീണ് കിടക്കുക. ഒരു പെൺകുട്ടി, അവൾ അഭിഷേകത്തിൽ വീണിട്ടോ അവൾ കിടന്ന് അലറുകയാണ്. അലറുമ്പോൾ അവൾ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ വിട്ടുപോകത്തില്ല. അലറുകയാണ് ഇവള്. അലറി ഉരുണ്ട് കുറേ സമയം കഴിഞ്ഞ് ശാന്തമായി. എന്നിട്ട് വായിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഒഴുകി അവളിങ്ങനെ അവിടെ കിടക്കുകയാണ്. കുറേ സമയം ഞാനിപ്പോൾ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങി. അവരെ വിളിച്ചു, അവരുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. ആ വീണവരെല്ലാവരും പറയുന്നു, ഞങ്ങളുടെ ശരീരത്തു നിന്ന് എന്തോ വിട്ടുപോയി. ഈ ഒരു പെൺകുട്ടി പറഞ്ഞ അനുഭവത്താണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞത്, ബ്രദറെ, ഞാൻ വീണ് കഴിഞ്ഞിട്ട് എന്നെ ഒരാൾ മുറുകെ പിടിച്ചിരിക്കുക. അവൾ പറയുക, ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ വിട്ടുപോകത്തില്ല. ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അവൾ പറയാം, എന്നോടൊരു വ്യക്തി പറയാം, എന്നെ അമുക്കുകയാണ്, പിടിച്ച് അമുക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ വിട്ടുപോകത്തില്ലെന്ന് പറയുകയാണ്. ഇവൾ അലറുന്നുണ്ട്, ഞാൻ വിട്ടുപോകത്തില്ല ഇവൾ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അവളിലേക്ക് ഒരു ശക്തി കടന്നു വന്നിട്ട് തെറിച്ചു പോകുന്ന പോലെ എന്നെ പിടിച്ചിരുന്ന വ്യക്തി വിട്ടുപോയി എന്ന് പറഞ്ഞു. ഇനി ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. അവളുടെ വല്യമ്മയും ഇവള് ആണ് ധ്യാനത്തിൽ വന്ന വല്യമ്മ ഈ മോളെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ സംസാരിച്ചപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, ഇവള് ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഇവിടെ അപ്പൻ ഉപേക്ഷിച്ചിട്ട് പോയി, അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പനിലൂടെയും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ്. അതിനുശേഷം അവൾ വീട്ടിൽ വയലൻ്റ് ആവും, കുറേ പ്രശ്നങ്ങളുമുണ്ട്, ഒത്തിരിയേറെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി അവിടെ തലയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മ നിറയാനൊക്കെ. സന്തോഷമായിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് ഒരു വൺ ഡേ നടക്കുമ്പോൾ ആ വണ്ടേക്ക് ഈ അമ്മയും എറണാകുളംകാരാണ്, മോളുമുണ്ട്, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മോളെ നീ എന്ത് പറയുന്നു? അവളും എനിക്ക് സന്തോഷമാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ പാപത്തിൻ്റെ ദുശീലങ്ങളൊന്നുമില്ല, ആസക്തിയൊന്നുമില്ല, നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നു, പള്ളിയിൽ പോകുന്നു, മിടുക്കിയായി കുട്ടി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ആ കുഞ്ഞ് പോയ അവസ്ഥ കണ്ടോ? അവൾക്ക് ദൈവം വിടുതൽ കൊടുക്കുകയാണ്. അവൾ വ്യത്യസ്തമായ സ്പിരിറ്റുകൾ വ്യക്തികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത്രയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഏതാനും സ്പിരിറ്റിൻ്റെ പേരും, വചനത്തിൽ കുറേ സ്പിരിറ്റുകളുണ്ട്, ഏതാനും കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഉള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം.
അന്തരീക്ഷ ശക്തികൾ. ഈ അന്തരീക്ഷത്തിൽ ചില പൈശാചിക അരൂപികളുടെ പ്രവർത്തനമുണ്ട്. അന്തരീക്ഷത്തിലും ഈ ഭൂമിയിലും പിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിലും അല്ലെ ഓഷൻസ് എല്ലാ മേഖലയിലും ഒരു പൈശാചിക സ്വാധീനം പ്രവർത്തിക്കുന്നുണ്ട്. പൈശാചിക അരൂപിയുടെ പ്രവർത്തനം ഉണ്ട്. അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെക്കുറിച്ച് എഫേസ്യോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും വചനം ഒന്ന് വായിച്ചു. 1, 2, 3 വചനങ്ങൾ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപരാധങ്ങളും പാപങ്ങളും ചെയ്തു ആത്മാവിൽ നിങ്ങൾ മരിച്ച അവസ്ഥയിലായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു. ഈ ലോകത്തിൻ്റെ ആ ഗതിയിലാണ് നിങ്ങൾ ജീവിച്ചത്. അടുത്ത വചനം, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന. അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണക്കേടിൻ്റെ അരൂപി ഉണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം, ദൈവകൽപ്പനകളെ, സഭയെ അനുസരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിന്മയുടെ ആത്മാവുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഈ അനുസരണക്കേടിൻ്റെ മക്കളാരാണ്? വചനം അനുസരിക്കത്തില്ല, സഭയെ അനുസരിക്കത്തില്ല, ഒന്നും അനുസരിക്കത്തില്ല. അനുസരണക്കേട് കാണിക്കുമ്പോൾ തന്നെ അവരിലേക്ക് ഈ സ്പിരിറ്റ് പിടിമുറുക്കുകയാണ്. അതാണ് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങളെ ശക്തമായിട്ട് ഈ സ്പിരിറ്റ് അവരെ പിടിമുറുക്കിയിരിക്കുക. ഹല്ലേലൂയ. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാർ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അധീശന്മാരായിട്ടുള്ള തിന്മയുടെ ശക്തികൾ ഉണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ചില സ്ഥലങ്ങൾ, ചില വീടുകൾ, ചില വ്യക്തികൾ പൈശാചിക സ്വാധീനമുള്ള ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, ചില വീടുകൾ ശരിക്കും പൈശാചിക അരൂപിയുടെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ഉണ്ട്. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. കുട്ടനാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ് ഏതാനും വർഷം മുൻപ്. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിന് അവിടെ ബോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഒരു ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് പോകണം, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം, അവിടെ കിടക്കാം, പിറ്റേ ദിവസം വരാം. നമ്മൾ ആയിക്കോട്ടെ. ഞങ്ങൾ ടീമുകളെല്ലാവരും ബോട്ടിൽ പോയി. മനോഹരമായ പഴയ 6 നിലയൊക്കെയുള്ള വീട്, അതിനോട് ചേർന്ന് വാർക്ക വീട് ഉണ്ട്. നല്ല സാമ്പത്തികമുള്ളവരാണ്, ബിസിനസ്സുകാരാണ്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും സമയം എനിക്കൊരു 11 മണി 12 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് താമസിക്കാനുള്ളൊരു മുറി, ടീമുകൾക്ക് എല്ലാവർക്കും മുറിയും സൗകര്യമൊക്കെ കൊടുത്തു. എന്നെ ഒരു മുറി കൊടുത്തു, നല്ല മനോഹരമായ മുറി. ഞാൻ ചോദിച്ചു, ഈ മുറിക്ക് എന്താ വാടക ഒരു ദിവസം നിങ്ങൾ മേടിക്കുന്നത്? എന്നെ സഹോദരൻ പറഞ്ഞു, ഒരു ദിവസം 5000 രൂപയാണ് വാടക. ആ ഒരു മുറിക്ക് ഒരു ദിവസം വാടക. ഹോം സ്റ്റേ ആണ്, വളരെ മനോഹരമാണ്. 5000 രൂപയാണ് മേടിക്കുന്നത്. ഞാനതൊക്കെ കേട്ടു, വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നല്ല മുറിയിൽ അല്ല നല്ല ഫോം ബെഡിൽ കിടന്നു. ഒരു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എണീറ്റ് മുട്ടയിൽ നിന്ന് കൈയൊക്കെ വിരിച്ചു പിടിച്ച് കൊന്തയൊക്കെ ചൊല്ലി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, അതായത് ഈ മുറിയിൽ അനേകർ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. ഈ മുറിയിൽ അനേക വ്യഭിചാരം നടന്ന മുറിയാണ്, ഹോം സ്റ്റേ ആണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മുറിക്കുള്ളിൽ അനേകർ വ്യഭിചാരം ചെയ്തിട്ടുള്ള മുറിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ. ഞാൻ ശരിക്ക് ബന്ധിച്ച് പ്രാർത്ഥിച്ച് തിരിയൊക്കെ തളിച്ച് ശരിക്കും ഒരു രാത്രി 2 മണിയായപ്പോൾ കയറി ആ കട്ടിലെ സൈഡിൽ കിടന്ന് ഞാനിങ്ങനെ ഇപ്പോഴും ഓർക്കുന്നു. നടുക്കൊണ്ട് ഒരു വലിയ കെട്ടിലാണ്, ഒരു 4-5 പേർക്കുള്ള വലിയ കെട്ടിലും സെറ്റപ്പൊക്കെ. ആ സൈഡിൽ കിടന്ന് ഒരു തരത്തിൽ നേരം വെളുത്തു. 5 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി പ്രാർത്ഥിച്ചു ഒരുങ്ങി. പിന്നെ ടീമുകളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അവർ ടീമുകളോട് ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്തു. ഉടനെ അവർ പറഞ്ഞു, ബ്രദറെ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, പലർക്കും അസ്വസ്ഥതയായിരുന്നു. വ്യഭിചാരം നടന്ന വീട്ടിൽ, വ്യഭിചാരം നടന്ന മുറിയിൽ അവിടെ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവുണ്ട്. നിങ്ങളുടെ ബെഡ്റൂമിൽ വ്യഭിചാരം നടന്നിട്ടുള്ളോ? ആ മുറിയിൽ വ്യഭിചാരത്തിൻ്റെ പിശാചുണ്ട്. വ്യഭിചാരം നടന്ന വീട്ടിൽ സമാധാനം ഉണ്ടാവത്തില്ല, ഉയർച്ച ഉണ്ടാവത്തില്ല, അഭിവൃദ്ധി ഉണ്ടാവത്തില്ല, ദൈവാനുഗ്രഹം ഉണ്ടാവത്തില്ല. ആ പിശാച് ആ മുറിയിലുണ്ടാവും. ഇത്
ചുമ്മാ പറയുന്നില്ല, അനുഭൂതി എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹോസിയ 5:4 പറയുന്നുണ്ട്, വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നു. ചില വ്യക്തികളിൽ വ്യഭിചാരത്തിന്റെ ആത്മാവുണ്ട്. അവരാ പാപം ചെയ്തുകൊണ്ടിരിക്കും, കുമ്പസാരിക്കും, വീണ്ടും വ്യഭിചാരം ചെയ്യും. കാരണം എന്താ? ഈ അരൂപി അവരെ വിട്ടുപോയിട്ടില്ല. ഇത് വിട്ടുപോകണമെങ്കിൽ ശരിക്കും ഡെലിവറൻസിന്റെ പ്രാർത്ഥന കിട്ടണം, വിടുതൽ കിട്ടണം. ഹല്ലേലൂയ. അവൾ അന്തരീക്ഷ ശക്തികൾ ചില സ്ഥലങ്ങളിൽ ശരിക്കും പൈശാചിക അരൂപിയുടെ സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി സ്ഥലം, ഒരു അനുഭവം ഞാൻ പറയാം. അനുഭവങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു അനുഭവം, ഒരിക്കലും ഒരു സിസ്റ്ററിനെ ആങ്ങളമാരും എല്ലാം കൂടെ നമ്മൾ ധ്യാനം കൂടുക. സിസ്റ്ററിനെ ആങ്ങളമാർക്ക് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. വലിയ ബിൽഡിങ്ങുകൾ പണിത്, അപ്പാർട്ട്മെൻ്റ് ഒക്കെ പണിത് കൊടുക്കുന്ന വലിയ ബിസിനസ് ആൾക്കാരാണ്. അവർ എൻ്റെ അടുക്കൽ വന്നു. അവർക്ക് കുറച്ച് നാളായിട്ട് വലിയ തകർച്ചയാണ്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനെ കുറച്ച് സ്ഥലം ഇങ്ങനെ കാണിച്ചു. ഞാൻ ചോദിച്ചു, ഈ അടുത്ത കാലത്ത് പോലും നിങ്ങൾ സ്ഥലം വല്ലതും മേടിച്ചോ? എന്നെ പറഞ്ഞു, രാമപുരം എന്ന സ്ഥലത്ത്, ഒരു പാലായിക്കടുത്തൊരു സ്ഥലമാണ്, അവിടെ അവർ ഒരു 5 ഏക്കർ സ്ഥലം മേടിച്ചു. ആ സ്ഥലത്തിൽ സർപ്പക്കാവുണ്ട്. അങ്ങനെ തകർന്ന് നശിച്ചു പോയ ഒരു തറവാടിൻ്റെ സ്ഥലമാണ്. സാമ്പത്തികമായിട്ട് തകർന്ന് നശിച്ച ഒരു തറവാട്ടുകാരാണ്. അവിടെ സർപ്പക്കാവും മറ്റു സംഭവമുള്ള ആ സ്ഥലം ചെറിയ വിലക്ക് കിട്ടി അവർ മേടിച്ചു. ഇനി അങ്ങോട്ട് പണി തുടങ്ങുക. അവിടെ പേരിൽ എഴുതിയെടുത്തു. ആ വസ്തു മേടിച്ച അന്ന് മുതൽ ഇവിടെ സാമ്പത്തിക മേഖല ബ്ലോക്കായി തുടങ്ങി. അവിടെ അപ്പാർട്ട്മെൻറ്റുകൾ പണിത് വിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാട്ടെ ഈ വസ്തു ഒന്ന് വിൽക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. ഒരു 3-4 വർഷം കൊണ്ട് സാമ്പത്തിക അടിത്തറ മൊത്തം തകർന്നു. സർപ്പക്കാവുള്ള അല്ലെ മറ്റ് സംഭവങ്ങളൊക്കെയുള്ള എല്ലാം ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൈ കരുത്, അതോടെ പണി കിട്ടി. ഹല്ലേലൂയ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ചില സ്ഥലങ്ങള്, ചില വീടുകള്, ചില വ്യക്തികള് സൂക്ഷിച്ചുകൊള്ളുക. ശരിക്കും നമ്മൾ ഒരു വീടൊക്കെ മേടിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് കർത്താവിനെ ആരോന്ന് ചോദിച്ചിട്ട് ഒരു വീട് മേടിക്കാൻ പോകണേ മേടിക്കാവുള്ളൂ. ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആരും, ദൈവം തരുന്ന സ്ഥലം മേടിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലരൊക്കെ സ്ഥലവും വീടും ഒക്കെ മേടിച്ച് വിട്ടുപോയി. ഈ ഒരു 4-5 മാസം മുമ്പ് ക്രിസ്റ്റീനിൽ ധ്യാനിക്കാൻ വന്ന ഒരു ബഹുമാനോടെ സിസ്റ്ററിനോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആങ്ങളയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പോൾ ആങ്ങളുടെ ഭാര്യയ്ക്ക് 4th സ്റ്റേജ് ക്യാൻസറായി. ആങ്ങളുടെ മകന് ബൈക്കപ്പെടുണ്ടായി കാലൊടിഞ്ഞ് കമ്പിയിട്ടിരിക്കുകയാണ്, തകർന്നു. അപ്പോൾ ഈ മേഖലയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ തറവാട് വീട് വിറ്റിട്ട് അവർ വീട് മേടിച്ചു. മേടിച്ച വീട് ഒരു അക്രൈസ്തവർ താമസിച്ച വീടാണ്. ഞാൻ ചോദിച്ചു, ആ മേടിച്ച വീട് മേടിച്ചതിന് ശേഷം എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. ആ വീട് മേടിച്ചതിന് ശേഷമാണ് എൻ്റെ ആങ്ങളയ്ക്ക് ക്യാൻസർ ഉണ്ടായത്. അപ്പം ഞാൻ അടുത്ത് ചോദ്യം ചോദിച്ചു, സിസ്റ്ററെ, ആ വീട്ടിൻ്റെ ഉടമസ്ഥര് ആരെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ വീടിൻ്റെ ഉടമസ്ഥനും ഭാര്യയും ക്യാൻസർ വന്നാണ് മരിച്ചത്. അക്രൈസ്തവരാണ്. ആ ഉടമസ്ഥനും ഭാര്യയും ക്യാൻസർ വന്ന് മരിച്ചിട്ട് അവരുടെ മകൻ ആ വീട് സ്ഥലമൊക്കെ വിറ്റ് അവിടുന്ന് പോയതാ. അത് ഇവരാ മേടിച്ചത്. അവിടെ കയറിയതേ അതേ സ്പിരിറ്റ് തന്നെ ഇവരിലേക്കും പ്രവർത്തിക്കുകയാണ്. ഭർത്താവ് ക്യാൻസറായിട്ട് ആദ്യം മരിച്ചു. ഭാര്യ 4th സ്റ്റേജ് ക്യാൻസർ. ആ ധ്യാനത്തോടെ കൊടുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയും മോനൂടെ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരത്ത് മേടിക്കുന്ന ഇവിടെ മരിച്ചെന്നു ആ സ്ത്രീ. കണ്ടോ ആ വീട്. അനുഭവങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ വളരെ ശരിക്കും പ്രാർത്ഥിക്കണം. വചനം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 5:19, ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിന്റെ ഉള്ളിലാണെന്ന് നാം അറിയുന്നു. ഈ ലോകം ദുഷ്ടന്റെ, പിശാച് ദുഷ്ടന്റെ ശക്തി വലയത്തിന്റെ ഉള്ളിലാണെന്ന് നാം അറിയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ പിശാചിന്റെ ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂദാശ ജീവിതം വേണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എങ്കിലേ ഇതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്കിവിടെ വിജയം വരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല,
ഒരു നാളും നീ അനാഥനല്ല.